എന്റെ പൊന്നളിയാ രക്ഷിക്കണം. എന്താ കാര്യം? കാര്യം പറഞ്ഞ നീ ചൂടാവില്ലേ? നീ കാര്യം പറയും. ആ വിമൻസ് കോളേജിന്റെ നടയിൽ ഒരു പെണ്ണളിയാ. പെണ്ണെന്ന് വെച്ചാ ഓറഞ്ചിന്റെ അല്ലി പോലത്തെ ചെവികൾ, കണ്ണുകളിൽ മുന്തിരിപ്പഴം, ചുണ്ടുകളിൽ തൊണ്ടിപ്പഴം. എനിക്ക് അവളെ ഒന്ന് വളയ്ക്കണം. നിനക്ക് മലക്കറിക്കാരികളെ കിട്ടുള്ളടാ വളയ്ക്കാൻ. മലക്കറിക്കാരിയൊന്നുമല്ല, കോളേജിൽ പഠിക്കുന്ന പെണ്ണ്. ഞാൻ അവളുടെ സൗന്ദര്യം വർണ്ണിച്ചതല്ലേ. എന്നാ പോയി വളയ്ക്കുകയോ ഒടിക്കുകയോ എന്തെങ്കിലും ചെയ്യും. അതിന് ഞാനെന്ത് വേണം? അല്ല, അവളുമായിട്ട് എന്തെങ്കിലും ഒന്ന് പേശണ്ടേ? വേണം. അപ്പോൾ അവൾ തിരിച്ചു വല്ലതും പേശണ്ടേ? ആദ്യം നീ സംസാരിക്കേ. ചുമ്മാ കയറി സംസാരിച്ച ചിലപ്പോ അവളുടെ കൈ എന്റെ കരണക്കുറ്റിക്ക് വരും. പിന്നെന്ത് ചെയ്യും? നീ ആദ്യം അവളുടെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം. തല്ല് എനിക്കായിക്കോട്ടെ അല്ലേ? അയ്യോ, തല്ലുകൊള്ളാത്ത വിത്തൊരു വഴിയുണ്ട്. നീ വാ, ഞാൻ പറഞ്ഞുതരാം. താമസം അവള് പോകും. ചോടാ. ഈശ്വര, രണ്ടിനെ ആരെങ്കിലും ഒന്നെടുത്ത് പെരുമാറണേ, അങ്ങനെങ്കിലും നന്നാവട്ടെ. അയ്യോ, അവളാ പാർട്ടി. ചെല്ലടാ, എടാ പോടാ. ട്രേസിക്കുട്ടിയല്ലേ? അല്ല, എവിടെയോ കണ്ടു പരിചയമുണ്ട്. പേരോർമ്മയില്ല. ട്രേസിക്കുട്ടിയല്ല, ദേവി. വാസുവേട്ടന്റെ മകളല്ലേ? അല്ല, അച്ഛന്റെ പേര് രാഘവന. വീട് കല്ലുപാലത്തിനടുത്തല്ലേ? ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. പിന്നെ വീട്ടുപേര് മറന്നുപോയി. വട്ടപ്പറമ്പിൽ. അച്ഛൻ ഇപ്പോൾ സിംഗപ്പൂരില. അയ്യോ, ഞാൻ ഉദ്ദേശിച്ച ആളല്ല. എനിക്ക് ആള് തെറ്റിപ്പോയി, ക്ഷമിക്കണം. നീ ദിവസവും രാവിലെ ചായവും പൂശി ഇറങ്ങുന്നത് പെമ്പിള്ളരെ വളയ്ക്കാനോ അതോ ഓഫീസിൽ പോകാനോ? ഓഫീസ് ജോലി മെയിൻ ബിസിനസ്, പെമ്പിള്ളാരെ വളയ്ക്കുന്നത് സൈഡ് ബിസിനസ്. ഇന്നലത്തെ ഇരേ ഇന്ന് ഞാൻ കുത്തും. സാറേ, സാറൊന്ന് ഉപദേശിച്ചുകൂടെ? ഞാൻ ഉപദേശിച്ച് മടുത്ത്. ഒരു രക്ഷയില്ല. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് എന്നറിയില്ല. നീ ഒന്നും അറിയണ്ട, ഒരു ഉപദേശി. ഇതും പോക്ക് തന്നെ. കാണാം. ഹലോ ദേവി, രാഘവമാവന്റെ മകൾ ദേവിയല്ലേ? അതെ. വട്ടപ്പറമ്പിൽ എല്ലാവർക്കും സുഖമാണോ? അതെ. നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ശംഭു. രാഘവമാവനും എന്റെ അച്ഛനും ഒരുമിച്ചാ സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ അച്ഛന്റെ എഴുത്തിൽ ദേവിയെ വന്ന് കണ്ട് ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിരുന്നു. കണ്ടതിൽ വളരെ സന്തോഷം. കോളേജിലേക്കല്ലേ? ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പേടിക്കണ്ട, അച്ഛൻ വെറുതെ കാണാൻ പറഞ്ഞല്ല, പെണ്ണ് കാണാൻ പറഞ്ഞ. ഇങ്ങനെയോ? ഇവിടെ വെച്ചോ? അച്ഛനമ്മമാരും ഒത്ത് കുടുംബത്തിൽ വന്ന് കാണുന്നതും ഇങ്ങനെ കാണുന്നതും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. പെണ്ണ് കൊണ്ടുവരുന്ന ഒരു കപ്പ് കാപ്പി. ആ ചടങ്ങ് നല്ലൊരു റെസ്റ്റോറന്റിൽ പോയി തീർത്തളെ. കയറും പ്ലീസ്. നാരായണ 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 നാരായണ. നീ എന്റെ മകളാ. പെൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ നല്ല ദൈവഭക്തി ഉണ്ടായിരിക്കണം. അവർ മുടങ്ങാതെ തിങ്കളാഴ്ച വ്രതം എടുത്താൽ അനുരൂപനായ ഭർത്താവിനെ മംഗല്യമണിയിക്കാൻ ഭാഗ്യമുണ്ടാവും. അച്ഛൻ തുടങ്ങി പുരാണം പറച്ചിൽ. എനിക്കത് കേൾക്കാൻ ഇപ്പൊ നേരമില്ല. ഞാൻ ജയദേവന്റെ പ്രോഗ്രാമിന് പോവാ. ഏത് ദേവനായാലും എന്റെ മോള് സൂക്ഷിച്ചു പോകണം. ഹലോ ജയദേവൻ. ജയദേവൻ സ്പീക്കിംഗ്. എന്താ ജയദേവൻ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇവിടെ ബഹളം തുടങ്ങി. കോൺട്രാക്ട് പ്രകാരമുള്ള രൂപ ഞാൻ തരാം. നിങ്ങൾ പാടിയില്ലെങ്കിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. പേടിപ്പിക്കാതെ. ഞാനും നിങ്ങളും തമ്മിലുള്ള കോൺട്രാക്ട് ഇന്നലെ കൊണ്ട് തീർന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ഓഹോ, നിങ്ങൾ കരുതിക്കൂട്ടി ചതിക്കുകയായിരുന്നു അല്ലേ? ഞാൻ പാടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കമ്പനിക്ക് ഇത്രയധികം പ്രോഗ്രാം കിട്ടുന്നത്.
അതുകൊണ്ട് കളക്ഷന്റെ 90% എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ ഇനി പാടുകയുള്ളൂ. നിങ്ങൾ എന്താണ് ജയദേവൻ ഈ പറയുന്നത്? 90% നിങ്ങൾക്ക് തന്നാൽ കമ്പനിക്ക് നഷ്ടമാണോ? അതെനിക്ക് അറിയേണ്ടതില്ല. പ്ലീസ് ജയദേവൻ, പ്രോഗ്രാം ക്യാൻസൽ ചെയ്താൽ ആളുകൾ തിയേറ്റർ അടിച്ചു പൊളിക്കും. ഈ അവസാന നിമിഷത്തിൽ എന്നെ കൈവടിയരുത്. ഈ ഒരു പ്രോഗ്രാമിനെങ്കിലും നിങ്ങൾ പാടണം. ഐ എം സോറി, കൂടുതൽ സംസാരിക്കണമെന്നില്ല. ഗുഡ് ബൈ. മിസ്റ്റർ ശംഭു, ഞാൻ ആ കുഴപ്പത്തിലായി. ഞാൻ എന്ത് ചെയ്യണം? ജയദേവൻ എന്നെ ചതിച്ചു. നിങ്ങൾ എന്നെ ഒന്ന് രക്ഷിക്കണം. നിങ്ങൾ അന്ന് പറഞ്ഞിരുന്ന കൂട്ടുകാരനെ കൊണ്ടൊന്ന് പാടിപ്പിച്ച് എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ശംഭു, പ്ലീസ്. ശരി, പക്ഷെ ഒരു കാര്യം, ജയദേവന് കൊടുക്കുന്ന തുക പ്രേമിന് കൊടുക്കണം. ഓക്കെ, എന്നാൽ ഉടനെ തുടങ്ങാം. വരൂ. ആ പറ. Well done. ശംഭു, ഇന്നെന്താ ഇത്ര താമസിച്ചത്? സോറി ശാന്തി, ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അക്കൗണ്ട്സ് ഒക്കെ ശരിപ്പെടുത്താനും ഉണ്ടായിരുന്നു. അച്ഛൻ ലീവിന് വന്നിട്ടുണ്ട്. കല്യാണക്കാര്യം ഞാൻ സമ്മതിപ്പിച്ചു. അച്ഛനെ കാണുമെന്ന് പറഞ്ഞിരിക്കുക. ഇന്നും നാളെയും ബിസിയാണ്. മറ്റന്നാൾ കാണാം. എനിക്ക് ധൃതിയായി. എന്നും ഇനി പ്രേമിച്ച് നടന്നാൽ മതിയോ? മറ്റന്നാൾ തീർച്ചയായും ഒരു തീരുമാനം എടുക്കണം. ഓക്കെ, ബൈ. ഇന്നെന്താ 15 മിനിറ്റ് താമസിച്ചാ വന്നിരിക്കുന്നേ? കോടിക്കണക്കിന് വരെയുള്ള തീവണ്ടിയും പ്ലെയിനും 5-10 മണിക്കൂർ താമസിച്ചാ വരുന്നത്. ആ കണക്കിന് കാലണയ്ക്ക് പോലും വിലയില്ലാത്ത ഈ കൈമള് 15 മിനിറ്റ് താമസിച്ചു വരുന്നതിൽ എന്താ തെറ്റ് മുതലാളി? എന്റെ പണിയിൽ നിങ്ങളും കുഴപ്പമുണ്ടെ പറ. തന്നെയൊക്കെ ജോലിക്ക് വെച്ച എന്നെ വേണം പറയാൻ. ആടോ കൈമളെ, ആ കേൾവി 29-14 പണി തീർന്നു? ഇല്ല. ഇല്ല, ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ളതാ. ചെല്ലേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമ്മുടെ വണ്ടി റെഡിയായി. റെഡിയായി. ട്രെയിൻ നോക്കാൻ വേണ്ടി നമ്മുടെ മെക്കാനിക് കൊണ്ടുപോയിരിക്കുക. ഇപ്പൊ വരും. ഇരിക്കും. താങ്ക് യു. ക്ഷേത്രക്കടവ് ജംഗ്ഷൻ വരെ പോവും. ആരെങ്കിലും ഉണ്ടോ? ബസ് ചാർജ് എന്ന് വെച്ചാൽ മതി. നോക്കി നിൽക്കാതെ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. വാ, അടുത്തിരിക്കെ. ആ ഡോർ നടച്ചേക്കണേ. പുരുഷത്തിലാണോ കുടവച്ച് കുത്തുന്നത്? ഈ തള്ളകളെ പിന്നെ കണ്ണു നോക്കി കുത്താൻ പറ്റുമോ? ഒന്ന് നീങ്ങിയിരുന്നത്. വണ്ടി റെഡി. മോള് കാറിനടുത്തേക്ക് ചെല്ലേ. അച്ഛൻ ഈ ബില്ലൊന്ന് പേ ചെയ്തിട്ട് വരാം. ഓക്കെ. ഇപ്പൊ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. പെർഫെക്റ്റ് കണ്ടീഷൻ. ഓഹോ, ഇതാണോടോ തന്റെ ബോർഡ് മീറ്റിംഗ്? ഇത്രയും കാലം ബിസിനസ്സുകാരും തമ്മിൽ എന്നെ പറ്റിക്കുകയായിരുന്നു.
ഇങ്ങനെ നീ സ്റ്റേജിൽ കയറിയ ഒറ്റ നോട്ടത്തിന് ഏത് പെണ്ണും വീഴും. പോടാ, നിനക്ക് എന്ത് പറഞ്ഞാലും അവസാനം ഒരു പെണ്ണ്. ഈ കാശ് അമ്മയുടെ പേർക്ക് അയക്കണം. ഓക്കെ, എനിക്ക് പോകാൻ സമയമായി. നിക്ക് വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സ്വരമായി ശ്രുതിയായി വിരിയും ഒരു പ്രേമഗാനമാണോ, നീ പവിഴത്തിരയിൽ ഒഴുകും ഒരു സ്വപ്നഹംസമാണോ, നീ സ്വരമായി ശ്രുതിയായി വിരിയും ഒരു പ്രേമഗാനമാണോ, നീ പവിഴത്തിരയിൽ ഒഴുകും ഒരു സ്വപ്നഹംസമാണോ, മാനോടൊത്തു വളർന്നു വരുന്നൊരു ആശ്രമകന്യകയാണു നീ, രാഗവിഭഞ്ജിക മീട്ടി വരുന്നൊരു സ്നേഹസ്വരൂപിണി നീ. നീ ഈ നാട്ടിലെ പെൺപിള്ളേരുടെ ശാപം മുഴുവൻ പിടിച്ചു വാങ്ങും. ഒന്ന് പോടാ, എനിക്കൊരു ശാപവും കിട്ടത്തില്ല. ഓരോന്നിന്റെ കണക്ക് നോക്കി അക്കൗണ്ട് മുഴുവൻ ക്ലോസ് ചെയ്തിട്ടാ ഞാൻ അടുത്തയിലേക്ക് പോകുന്നത്. നിനക്ക് ഇപ്പോഴെടുത്തിയുള്ളതോ? അത് ക്ലോസ്. എങ്ങനെ ക്ലോസ്? അവിടെയാണ് ഈ ശംഭുവിന്റെ കഴിവ്. ഏതായാലും നീ ഇനി നല്ലൊരു പെണ്ണെ കണ്ടുപിടിച്ച് ഉടനെ കല്യാണം കഴിക്കും. ഞാൻ ധാരാളം പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ എന്നെ സ്നേഹിച്ച ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും എന്റെ പണത്തെയാണ് സ്നേഹിച്ചത്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി. പക്ഷെ എന്റെ സ്വപ്നത്തിൽ മായാതെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളെ ഇന്ന് വരെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. ആകെ പോട്ടെ, നീ എന്നെ കാര്യമായി സഹായിക്കണം. എന്തിന്? പുതിയൊരു പാർട്ടി കുടുങ്ങിയിട്ടുണ്ട്. ഇടാ, നീ അവളെ ഒന്ന് കാണാളിയാ. നീ കാരണം ഞാൻ മലയാളിയുടെയും കൈകൊണ്ട് അടികൊള്ളു. പിന്നെ ഒരു കാര്യം, എന്നെ ഇപ്പോൾ പലരും തിരിച്ചറിയും. അയ്യോ, ഒരു കുഴപ്പമില്ല. ദേ, സിറ്റിക്ക് വെളിയിലാ ബസ് സ്റ്റോപ്പ്. നീ സാധാരണ വേഷത്തിൽ പോയി അവളുടെ അടുത്ത് നിന്ന് ഒന്ന് കമന്റ് അടിക്കണം. ഞാനിത് കണ്ട് അവിടെ ഒന്ന് എന്നെ വരട്ടും, ചെറിയൊരു അടിയും തരും. അപ്പൊ നീ ഓടിക്കണം. ഇത്രയും ചെയ്താൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അടിക്കുന്നതെല്ലാം കൊള്ളാം. എനിക്ക് വേദനിച്ചാൽ ഞാൻ നിന്നെ തിരിച്ചടിക്കും. അയ്യോ, ഞാനത് മയത്തിലല്ലേ കൈകാര്യം ചെയ്യൂ. അപ്പൊ ഏറ്റല്ലോ, കൈയോട്. നിൽക്കുന്ന പാർട്ടി നീ പോയി അവൾ തൽപ്പ അശ്ലീലോ കരിക്കും. സംഗതി മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ വന്നേക്കാം. ചെല്ലേ. ഓക്കെ. സുന്ദരിയാണെങ്കിലും കാന്താരിയാണല്ലോ. വരുന്നോ? എനക്കുമല്ലേടാ അമ്മയും പെങ്ങന്മാരും. നാണം കിട്ടവൻ. സ്റ്റാൻഡ് സമയം ബസ്. എന്താ പ്രശ്നം? ഇവനൊക്കെ പിടിച്ച് പോലീസ് ഓടിക്കണം സാറേ. വെറുതെ വരാൻ പാടില്ല. അല്പം ലൂസാണെന്ന് തോന്നുന്നു. നിനക്ക് വീട്ടിലാരും ഇല്ലടാ. രാവിലെ പാന്റ് ഷർട്ട് ഇട്ട് ഇറങ്ങിക്കോളും. റാസ്കൽ. എന്റെ കണ്ണടിച്ചത് പോരാ. നിന്നോടാ പറഞ്ഞ് തല്ലുകൊള്ളുണ്ടെങ്കിൽ ഓടാ. സിസ്റ്റർക്ക് ഒന്നും പറ്റിയില്ലല്ലോ. പോട്ടെ. അയ്യോ അയ്യോ അയ്യോ, ഐ എം സോറി. ഞാനപ്പോ അവിടെ വന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയനെ. ഏതായാലും നിനക്ക് സമാധാനമായല്ലോ. മേലിൽ ഈ പണിക്ക് എന്നെ കിട്ടൂല. നീ വളയ്ക്കോ തിരിക്കോ ഓടിക്കോ ചെയ്തോ. അവന്റെ ഒടുക്കത്തെ ഒരു ഐഡിയ. കൊക്കിന് വെച്ച് ചക്കിന് കൊണ്ടുപോലായി പോയി. നിന്നെ തല്ലാൻ പിടിച്ച ആ ഡ്രൈവറും ആ പെണ്ണും തന്നു ഇപ്പൊ പ്രേമമായി കാണും. ഏതായാലും എനിക്ക് തല്ലുകൊണ്ടത് മിച്ചം. അവളല്ലെങ്കിൽ അവളുടെ തള്ള.
എന്തായാലും നടന്നത് നടന്നു. ദേ, നീ ഇങ്ങനെ ഇവിടെ കിടന്നാലേ നിന്റെ പ്രോഗ്രാം ക്യാൻസൽ ആയി പോകും. എന്നിട്ട് വേഗം പോകാൻ നോക്ക്. നീയാണോടാ പുതിയ പാട്ടുകാരൻ? അതേടാ, വണ്ടി എടുക്കടാ. എന്ത് പറ്റി? പതുക്കെ. ഞാൻ ഡോക്ടറെ വിളിക്കാം. ഹലോ, ഡോക്ടർ ക്ഷേമന്റെ വീടല്ലേ? ഹലോ ഹലോ